ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും എന്താ പറയുന്നത്? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. അതൊരു അടിപൊളി ഐറ്റമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇതിന് ആവശ്യമായിട്ട് ചെറുപഴം, പാളയന്തോടൻ പഴമാണ് ഏറ്റവും ഉച്ചത്. അപ്പോൾ നമുക്കതിന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കാവുന്നതാണ്. അപ്പം അതിന് പീൽ ചെയ്യാനുള്ള ടാസ്ക് കുഞ്ഞിപ്പെണ്ണിനാണ് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരി അത് പീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 7-8 പഴമോളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് നല്ലതായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് ഇതുകൂടെ ആഡ് ചെയ്ത് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്തൊക്കെ പൊടികളാണ് എടുത്തേക്കുന്നതെന്ന് ഞാൻ പറയാവുന്നതാണ്. അരിപ്പൊടി, പിന്നെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് റവയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒഴിക്കുന്നത് ശർക്കരപ്പാനിയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയും ആവശ്യമാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം മനസ്സിലായി കാണുമല്ലേ? ഉണ്ണിയപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, വളരെ നോസ്റ്റാൾജിക്കായിട്ടുള്ളൊരു ഐറ്റമാണ്. എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതുമാണ്. അപ്പം നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കാണാം. ജാഗറി. ഇനി നമ്മൾ മുമ്പ് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്ന പഴത്തിൻ്റെ ആ പൾപ്പെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ അത്യാവശ്യം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. 2-3 ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. നമ്മളിവിടെ ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചൊന്ന് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുത്ത് അതോടെ ആഡ് ചെയ്യാവുന്നതാണ് ഈ മാവിലോട്ട്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും ആ പൊടികളോടെ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് ഇളക്കി വെക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിലിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതും വളരെ എപ്പോഴും കഴിക്കാൻ കൊതിയുള്ളതുമായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഉണ്ണിയപ്പം കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പ കുട്ടന്മാർ നല്ല അടിപൊളിയായിട്ട് എണ്ണയിലൊക്കെ കുളിച്ച് സുന്ദര കുട്ടന്മാരായിട്ട് റെഡിയായിട്ട് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്കൊക്കെ തരണേ. അമ്മമാരുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അതിൻ്റെ രുചി ഒരു വേറെ ലെവൽ തന്നെയാണല്ലേ. വേറെ എവിടെ പോയാലും വേറെ ആരും ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് വാദിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഞാനും കേട്ടോ. നിങ്ങളും അങ്ങനെയുള്ളവരാണോ? അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇനി ഉണ്ണിയപ്പം കഴിക്കുന്നതിൻ്റെ കുറച്ച് പ്രഹസനമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ TV-യിൽ മ്യൂസിക് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ വോയിസ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. അതുവരെ ബൈ ബൈ.